ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് അപ്പോസ്തലനായി എണ്ണപ്പെട്ട വിശുദ്ധ ബർന്നാബാസിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ്. സൈപ്രസുകാരനായ ജോസഫിൻ്റെ അപരനാമമാണ് ബർന്നാബാസ്. ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ ആശ്വാസപുത്രൻ എന്നുള്ളതാണ്. ഈ ഒരു ടൈറ്റിൽ ജീവിതം കൊണ്ട് ഈ മനുഷ്യൻ നേടിയെടുത്തതാണ്. അപ്പോസ്തലന്മാരോടൊപ്പം ഈ മനുഷ്യൻ്റെ യാത്രകളിൽ എല്ലാവരെയും, പാവപ്പെട്ടവരെ സഹായിക്കുവാൻ സ്വന്തം വീടും പറമ്പും വിറ്റ് ആ പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന് കൊടുത്ത ഒരു മനുഷ്യനാണ്. കൂടെയുള്ളവരുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും വേദനകളുമൊക്കെ സ്വന്തം വേദനകളും നൊമ്പരങ്ങളുമായി കണ്ട ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർ അവന് കൊടുത്ത പേരാ ആശ്വാസപുത്രൻ ബർന്നാബാസ് എന്ന്. ഇന്നത്തെ വചനത്തിൽ നാം അത് ശ്രവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ നല്ല ഒരു മനുഷ്യനെന്നാണ് വചനം പോലും ബർന്നാബാസിനെ കുറിച്ച് പറയുന്നത്. ക്രിസ്തു നേരിട്ട് തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിൽ ഒരുവനല്ലെങ്കിലും തൻ്റെ ജീവിതം കൊണ്ട് അപ്പോസ്തലന്മാരോടൊപ്പം നടന്ന് അവരെ പോലെ ജീവിക്കുകയും ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി മരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. സാവൂളിൻ്റെ മാനസാന്തരത്തിന് ശേഷം വിജാതീയനായ സാവൂളിനെ പൗലോസാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ ബർന്നാബാസിൻ്റെ സ്നേഹിതൻ്റെ പ്രവർത്തനമുണ്ട്. കാരണം ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ പുറപ്പെട്ട സാവൂളിന് തമ്പുരാൻ്റെ പ്രഹരമേറ്റ് താഴെ വീണപ്പോൾ എല്ലാവരും തിരസ്കരിച്ച സമയത്ത് ചേർത്ത് പിടിച്ച ഒരു ചങ്ങാതിയാണ് ബർന്നാബാസ്. അന്ത്യോക്യയിലെ സഭയിൽ സാവൂളിനെ പരിചയപ്പെടുത്തി പൗലോസാക്കി മാറ്റി. തുടർന്ന് പൗലോസിനോടൊപ്പം മിഷനറി പ്രവർത്തനങ്ങളിൽ കൂടെ നടന്ന നല്ല ഒരു ചങ്ങാതിയായിരുന്നു ബർന്നാബാസ്. സഭയിലെ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ശാന്തതയോടുകൂടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി മാറിയ ഒരു വ്യക്തിത്വം. വചനം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് യഹൂദരായ കുറേ മനുഷ്യർ ഈ മനുഷ്യൻ്റെ അരികിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയും അവസാനം കല്ലെറിഞ്ഞ് കൊല്ലുകയുമാണ് ചെയ്യുന്നത്. സഭാചരിത്രത്തിൽ ആ ഒരു മരണത്തെ രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. ഒത്തിരിയേറെ വന്ന ആൾക്കൂട്ടം ബർന്നാബാസിനെ കല്ലെറിയുമ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പകർത്തെഴുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി മരിക്കാൻ ഞാൻ എത്രത്തോളം സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരണം വരിച്ച, രക്തസാക്ഷിത്വം വരിച്ച ഒരു വലിയ വിശുദ്ധനാണ് അപ്പോസ്തലനായ ബർന്നാബാസ്. ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാളായിട്ട് തിരുസഭാ മാതാവ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ പേരിൻ്റെ മഹത്വം നമ്മുടെ പ്രവർത്തികളിലൂടെയാണ് ജനം തിരിച്ചറിയേണ്ടത്. ഈ മനുഷ്യൻ തൻ്റെ ജീവിതം കൊണ്ട്, നന്മ പ്രവർത്തികൾ കൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസമായി മാറിയപ്പോൾ അവർ ഇട്ട ടൈറ്റിലാണ് ബർന്നാബാസ് ആശ്വാസപുത്രൻ എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മോട് കൂടെയുള്ളവരുടെ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാനും അപരൻ്റെ കൺകോണുകളിലെ പറഞ്ഞറിയിക്കാനാവാത്ത നൊമ്പരങ്ങളും വേദനകളും എൻ്റെ തന്നെ വേദനയാണ് എന്ന തിരിച്ചറിവോടെ അവനെ ചേർത്ത് പിടിക്കാനും നമുക്കെപ്പോൾ കഴിയുന്നുവോ അപ്പോൾ നമുക്കും കിട്ടും ഈ ടൈറ്റിൽ ബർന്നാബാസ് ആശ്വാസപുത്രൻ.